ഇന്നെൻ്റെ കുറച്ച് പ്രേക്ഷകർ എനിക്കൊരു വീഡിയോ വെച്ച് തന്നു. അത് ഈ കണ്ണന്റെ രാധ ചിത്രം വരച്ചിട്ട് പ്രശസ്തയായ ഒരു സ്ത്രീ ഉണ്ടല്ലോ, മുസ്ലിം സ്ത്രീ കൃഷ്ണന്റെ ചിത്രം വരച്ച് ക്യാഷ് ഉണ്ടാക്കി ഫേമസ് ആയി എന്നതാണ് എല്ലാവരും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ ചിത്രം വരക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്, അതും നന്നായിട്ട്. ഇതാണെങ്കിലോ ഒരു രീതിയിലുള്ള വര മാത്രമേ അറിയൂ, അത് തന്നെ സ്കെച്ച് വെച്ചിട്ടാണ് വരക്കുന്നത്. പക്ഷെ ഈ സ്ത്രീയുടെ ഫോട്ടോകൾ എല്ലാവരും വാങ്ങാനുള്ള കാരണം അത് ആ മുസ്ലിം സ്ത്രീ എന്നുള്ള തട്ടം തലയിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ആ തട്ടം തലയിൽ ഉള്ളത് കൊണ്ട് വാശി പിടിച്ച് സംഘികൾ ഈ സ്ത്രീനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച് മുസ്ലിങ്ങൾക്ക് ഒരു പണി കൊടുക്കാം ഈ സ്ത്രീ ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊക്കി വെച്ചതാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. നമുക്കറിയാം ഇതിനേക്കാളൊക്കെ നന്നായിട്ട് ചിത്രം വരക്കുന്ന എത്രയോ കലാകാരികൾ എല്ലാ മതങ്ങളിലും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഈ ഒരു സ്ത്രീയുടെ പുതിയൊരു വീഡിയോ എനിക്ക് ആളുകൾ അയച്ചു തന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഞാൻ ഇസ്ലാം മതം വിട്ടു എന്നാണ് പറയുന്നത്. അതായത് അപ്പൊ നമ്മൾ വിചാരിക്കും ഇസ്ലാം മതം വിട്ടു ഹിന്ദു മതം സ്വീകരിച്ചു എന്ന് വിചാരിക്കും. അല്ല, ഹിന്ദു മതവും സ്വീകരിച്ചിട്ടില്ല. അതായത് ഇസ്ലാം മതം വിട്ടു ഹിന്ദു മതത്തിലേക്ക് എത്തിയതുമില്ല, അതിന്റെ സെൻട്രലാണ് എന്ന് മാത്രമല്ല. ഇപ്പൊ കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ BJP വെറുക്കുന്നു, ഞാൻ BJP വിടുന്നു, BJPക്ക് ബൈ ബൈ എന്നും പറഞ്ഞിട്ട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ സംഗതി ഇത്രേ ഉള്ളൂ, എവിടെയാണ് കൂടുതൽ ഗുണം എന്ന് നോക്കിയിട്ട് അവിടെ കയറി പറ്റുക, അതാണ് ഏറ്റവും നല്ലത് എന്ന് ഇപ്പൊ തോന്നി. ഇപ്പൊ ബുദ്ധി ഉപയോഗിക്കാൻ തുടങ്ങി, അതാണ് സത്യം. കാരണം എത്ര വലിയ ക്രിമിനൽ കേസ് ഉണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമില്ലാതാവും. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരാൻ നല്ലത്, പിന്നെ ആരും കുറ്റം പറയൂല. പിന്നെ ഇസ്ലാം മതം വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾറെഡി ഇല്ലല്ലോ, അത് ഓൾറെഡി എന്നോ വിട്ടു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, വേണ്ടത്ര ക്യാഷ് ഉണ്ടാക്കി കഴിഞ്ഞു, എന്തൊരു വീട് വെക്കുക അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. 10-25 ലക്ഷം ഒക്കെ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് ഈ ഒരു ചിത്രം വരയിൽ കൂടെ. അപ്പൊ ഉണ്ടാക്കാൻ പറ്റുന്നിടത്തോളൊക്കെ ക്യാഷ് ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പൊ ഇസ്ലാം മതവും വേണ്ട, ഹിന്ദു മതവും വേണ്ട, തട്ടവും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നതേ ഇത് ഈ അവസാനത്തെ അടവാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറെ കളി കളിച്ചു. അതിലത്തെ ഒന്നാണ് ഈ തലമ തട്ടമിട്ടുകൊണ്ട് കണ്ണന്റെ ചിത്രം വരച്ചു എന്നുള്ള ഈ തള്ള് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നീടാണ് കുറെ ആത്മഹത്യാ ഭീഷണി മുഴക്കി. അതിനുശേഷം ഹിന്ദുക്കളെ പറ്റിക്കാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ഹിന്ദു മതത്തിലേക്കും ഇല്ല ഇസ്ലാം മതത്തിലേക്കും ഇല്ല എന്ന് പറഞ്ഞിട്ട് തട്ടം ഒഴിവാക്കി എന്നും പറയുന്നുണ്ട്. അങ്ങനെ പല പല അടവുകളും ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ആൾക്കാർ സമൂഹത്തിൽ നടത്തിക്കൊണ്ടേയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്തായാലും ആ സ്ത്രീയുടെ വീഡിയോയിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ ഏതായാലും മുഖം കാണിക്കുന്നില്ല. ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ഇന്ന്. അപ്പൊ ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ജസ്ന സലീമിന് മതമില്ല. ഇനി ജസ്ന സലീം മുസ്ലിം ആണോ ഹിന്ദു ആണോ, നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട. എല്ലാരും ചോദിക്കുകയാണ് തട്ടം എവിടെയടി, തട്ടം എവിടെയടി, നീ ഇസ്ലാം ആണോടി, എല്ലാരും ചോദിക്കുകയാണ്. കാരണം എന്താണ്, വേറെ പണിയൊന്നുമില്ലല്ലോ. എല്ലാവർക്കും ഈ ഒരു ചിന്തായിട്ട് ബേജാറായിട്ട് നടക്കുകയാണ്. അങ്ങനെ ഇനി ആരും ആ ബേജാറ് വേണ്ട, ഇനി ചോദിച്ചു വരണ്ട. അപ്പോ കേരളക്കാർക്ക് മലയാളികൾക്ക് കുറച്ച് പണി കുറഞ്ഞു. മറ്റേതാണെങ്കിൽ ഈ സ്ത്രീനെ കുറിച്ച് എങ്ങനെ ചിന്തിച്ചുകൊണ്ടേ നടക്കണം. ഇപ്പൊ അത് ഒഴിവായിട്ടുണ്ട്, ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം. ഇനി ഒരു തട്ടമിട്ടാലാണ് നമ്മളൊരു മുസ്ലിം മതസ്ഥ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. അത് അറിയാം. അതുകൊണ്ടാണ് തട്ടമിട്ടുകൊണ്ട് കണ്ണന്റെ ചിത്രം വരച്ചിട്ട് ഹിന്ദുക്കളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ അത് നടക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്ത് നേരെ റിവേഴ്സ് ഗിയർ അടിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കെയർ ഓഫിൽ ഇനിയിപ്പോ തട്ടം ഇട്ടിട്ട് നിങ്ങൾ ആരും എന്നെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരൂല. ഇനി ആര് എന്നോട് ചോദിച്ചാലും നീ ഏതാണ് മതം, അല്ല നിനക്ക് ഏതാണ് മതം, അല്ലെ നിനക്ക് മരിക്കണ്ടേ, നിനക്ക് സ്വർഗത്തിൽ പോകണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എത്ര ആൾക്കാരാ ചോദിക്കണം അറിയോ? എന്തല്ലേ? കാരണം എന്താണ്, ഇന്ത്യയിലത്തെ ഏറ്റവും കണ്ണിലുണ്ണിയായിട്ടുള്ള ഒരു സ്ഥിതിയാണേ. അപ്പൊ എല്ലാവരും ചോദിക്കല്ലോ, നീ തട്ടം എന്താടാത്തത്, നീ മുസ്ലിം ആണോ, നിനക്ക് സ്വർഗത്തിൽ പോകണ്ടേ നരകത്തിൽ പോകണ്ടേ എന്നൊക്കെ ചോദിക്കല്ലോ. അങ്ങനെ എല്ലാവരും ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ദയവ് ചെയ്ത് ഇനി അത് ചോദിക്കരുത്. കാരണം അതൊക്കെ വിട്ടിരിക്കുകയാണ്, തട്ടം തന്നെ തലയിൽ എടുത്തിരിക്കുകയാണ്. അപ്പോ ഇനി സമാധാനമായിട്ട് അവരവരുടെ പണി നോക്കി പോവാം എന്നാണ് ഈ തരുന്ന സന്ദേശം. എനിക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ, ഞാനൊരു മനുഷ്യനാണ്. എന്റെ ഉമ്മയും വാപ്പയും എന്റെ കുട്ടിക്കാലത്തല്ലേ വേണ്ട എന്റെ ഉമ്മ പ്രസവിച്ച സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഏതാ മതം എന്നുള്ളത്. ജനിച്ച സമയത്ത് മതം ഏതാണെന്ന് അറിഞ്ഞിരുന്നില്ല. പേരറിഞ്ഞിരുന്നോ? ഇല്ല. അപ്പൊ പേരെന്തുകൊണ്ടാണ് മാറ്റാത്തത്? അത് മാത്രല്ല, ജനിച്ച സമയത്ത് വസ്ത്രം ധരിക്കണം എന്ന് അറിഞ്ഞിരുന്നോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ വസ്ത്രം ധരിക്കുന്നത്?
എന്തിനാണ് ഈ ഭാഷ സംസാരിക്കുന്നത്? ഭാഷ സംസാരിക്കാൻ അറിഞ്ഞിരുന്നില്ലല്ലോ ജനിക്കുമ്പോ, പിന്നെ എന്തിനാ സംസാരിക്കുന്നത്? അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ ഓരോ സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ ആകെ പ്രശ്നമാണല്ലോ. ഈ മതം പറയുന്നത് ഉണ്ടാവുന്നത് എങ്ങനെയാണ് എല്ലാവർക്കും അറിയാം. മാതാപിതാക്കളാണ് പഠിപ്പിക്കുന്നത്, അവരുടെ മതമാണ് കുട്ടിക്ക് ഉണ്ടാവുക. അങ്ങനെ അതിൽ ഉറച്ചു വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ പിന്നീട് ചെയ്യാം. പക്ഷെ അതിന് ഒരു ന്യായീകരണം എന്ന നിലക്ക് ജനിക്കുമ്പോൾ എനിക്ക് മതം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതുപോലെ ചോദ്യങ്ങളും നേരിടേണ്ടതായിട്ട് വരും. കേട്ടോക്കാം. അതേപോലെ ഇനി മുന്നോട്ട് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. ഏതുപോലെ? ജനിച്ചതുപോലെ. അപ്പൊ പിന്നെ വസ്ത്രം എന്തിനട്ടിരിക്കുന്നത്? ജനിച്ച രീതിയിൽ ഒന്നങ്ങാണ്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണ്ടേ? എന്താ കാണിച്ചു കൊടുക്കാത്തത്? ഒരു മതത്തിന്റെ പേര് ഇപ്പം നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി. അത് നമ്മൾ പറഞ്ഞതല്ല, അത് പറയിപ്പിച്ചതാണ്. അതിനാണല്ലോ തട്ടക്കെട്ട് ഞാൻ മുസ്ലിമാണേ പറഞ്ഞിട്ട് എല്ലായിടത്തും ഓടി നടന്നിരുന്നത്. അത് എന്നിട്ട് അങ്ങനെ ഓടി നടക്കുക മാത്രല്ല, എല്ലായിടത്തും ഈ പറഞ്ഞ കൃഷ്ണന്റെ ഫോട്ടോ വരക്കുകയും ചെയ്യും. അപ്പോ സ്വയം പറയിപ്പിച്ചതാണ് ഇത്. അല്ലാതെ എല്ലാവരും ഇങ്ങനെ വിഡ്ഢികളല്ല ഇത് പറയാന്. മാത്രമല്ല ഇത് പറച്ചില് മാത്രമല്ല ആൾക്കാരുടെ പണി കുറെ വേറെ ഉണ്ടേ. ഇതിങ്ങനെ നോക്കി നടക്കലാന്ന് തോന്നിപ്പോവും. എന്താണ് വല്ല ഇന്ദിരാഗാന്ധിയിലൊക്കെയാണ് ആൾക്കാർ ഇത്ര ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനത്തെ വലിയ വ്യക്തിത്വം ആണോ അത്? എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാന് എന്താണ് പറയുന്നത്? ഇനി ഇത് മാറ്റി പറയണം എന്ന് വെച്ചാൽ ഇനിയിപ്പോ എന്താണോ മാറ്റി പറയേണ്ടത്? തട്ടം ഇടാത്ത ഒരു സ്ത്രീ, ജനിച്ച ഉടനെ മനുഷ്യരായിട്ടുള്ള ഒരു സ്ത്രീ ഇതാ കണ്ണന്റെ ഫോട്ടോ വരക്കുന്നു എന്ന് പറയണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം. ആ മുസ്ലിം കുട്ടി എന്നുള്ള ആ ഒരു ലേബൽ വേണ്ടാന്ന് വെച്ചു. നിങ്ങൾ കാണുന്ന പ്രേക്ഷകരും നിങ്ങളടക്കം ചിന്തിക്കുന്ന ഞാൻ ഹിന്ദു ആയോ? ഞാൻ ഹിന്ദു ആയിട്ട് ഹിന്ദു ആയിട്ടില്ല. കാരണം ഹിന്ദുക്കളെ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ ഹിന്ദു ആവാതിരിക്കണം. ഹിന്ദു ആയിക്കഴിഞ്ഞാൽ പിന്നെ പട്ടിയുടെ വില പോലും കിട്ടൂല. കാരണം എന്താ വെച്ചാൽ ഒന്നാമത്തത് ഹിന്ദു ആയെന്ന് പറഞ്ഞിട്ട് ഏത് ജാതിയിൽ പോയിട്ടാ കേറുക? തോന്നിയ ജാതിയിൽ പോയി കയറാനൊന്നും പറ്റൂലല്ലോ. അതായത് പറയനോ പുലയനോ ചർമ്മനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റാനുള്ള ഒരു സന്ദേശമാണ് അവിടെ കിട്ടുക. അല്ലാതെ ഹിന്ദു പറഞ്ഞ മതമൊന്നും ഇല്ലല്ലോ, അങ്ങനെ ഓടിപ്പോയി കയറാനൊന്നും പറ്റൂലല്ലോ. അതുകൊണ്ട് ബുദ്ധി വെച്ചുകൊണ്ട് ഹിന്ദു ഞാൻ ആവുന്നില്ല എന്ന് പറഞ്ഞു. കാരണം ഹിന്ദു ആവുക എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഒരു ജാതിയിലേക്കാണ് കയറാൻ പറ്റുള്ളൂ. അത് കയറിയാലോ പിന്നെ ഈ സ്ത്രീനെ തലമ തട്ടിട്ട മുസ്ലിം സ്ത്രീ എന്നല്ല പറയാ, തലമ തട്ടമിടാത്ത ചെറുമി സ്ത്രീന്നോ പറയത്തി സ്ത്രീന്നോ അല്ലെങ്കിൽ ആദിവാസി സ്ത്രീ എന്നൊക്കെ പറയേണ്ടി വരും. അത് കേട്ടിട്ട് ഇങ്ങനെ നടക്കണം, അത് സഹിക്കാൻ പറ്റില്ല. മുസ്ലിം സ്ത്രീ എന്ന് കേൾക്കാം. അതുകൊണ്ടാണ് ഇത്രയും കൊല്ലം മുസ്ലിം സ്ത്രീ എന്നുള്ള പേര് കേട്ട് അഭിമാനത്തോടു കൂടി നടന്നിരുന്നത്. ഹിന്ദുക്കളെയും പറ്റിച്ച് മുസ്ലിങ്ങളെയും പറ്റിച്ച് മുസ്ലിങ്ങളെ അക്രമികളാക്കി ചിത്രീകരിച്ചിട്ടൊക്കെ നടന്നിരുന്നത്. ഇപ്പൊ കണ്ടല്ലേ ഒന്നുമില്ല. കാരണം ഉണ്ടാക്കേണ്ട പൈസ ഉണ്ടാക്കി കഴിഞ്ഞു, ഇനിയിപ്പോ എന്തെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. ചുരുക്കി പറഞ്ഞ എല്ലാവരെയും സമൂഹത്തിനെ മൊത്തം പറ്റിക്കുകയായിരുന്നു ഇത്രയും കാലം എന്ന് വളരെ വ്യക്തമാണ്. വിശ്വാസം അത് എന്താണെന്നുള്ള ഉള്ളിൽ മാത്രമേ ഉള്ളൂ. അതെനിക്ക് പുറമെ പ്രകടിപ്പിച്ച് നിങ്ങൾ അത് വിശ്വസിപ്പിച്ച് കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല. ഞാൻ മരിച്ചു ഈ പ്രകടിപ്പിച്ചൊന്ന് പുറത്തേക്ക് കൊണ്ടുപോവാ. കാരണം ഇത് ഞങ്ങൾ നോക്കാൻ വേണ്ടി എടുക്കാണ്. ഞങ്ങൾക്ക് ഇത് അറിയണം, എന്താണ് വിശ്വാസം എന്ന് അറിയണം. അങ്ങനെ അറിയാനുള്ള കൊതി കൊണ്ടും ബേജാറ് കൊണ്ടുമാണ് ഇപ്പൊ മലയാളികൾ മൊത്തം നടക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്താണ് വിശ്വാസം എന്ന് പറയും, ഇല്ലെങ്കിൽ ഇന്ന് ഉറക്കം കിട്ടൂല. കഴിഞ്ഞാൽ എന്റെ നാട്ടിൽ ഇവിടെ കബറടക്കണം മുമ്പേ പറഞ്ഞു വെക്കാറുണ്ട്. പള്ളിക്കാട്ടിലാണെങ്കിലും വീടിന്റെ ബാക്കിലാണെങ്കിലും മണ്ണ എല്ലാം ഒന്നല്ലേ. പള്ളിക്കാട്ടിൽ കയറ്റിയില്ല, വീടിന്റെ ബാക്കിൽ അതാരോ പറഞ്ഞിട്ടുണ്ടാവേ നിന്നെ പള്ളിക്കാട്ടിൽ കയറ്റിയില്ലടി, പള്ളിയിലേക്ക് മറവ് ചെയ്യില്ലെന്ന് ആരും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്താ പറയുന്നത്? എവിടെ നോക്കിയാലും മണ്ണല്ലേ എന്നാ പറയുന്നത്. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ഇതേ സ്ത്രീയുടെ വീട്ടുകാര് പള്ളി കമ്മിറ്റിയിലെ കൈയും കാലും പിടിച്ച പള്ളിക്കാട്ടിൽ തന്നെ മറവ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ മനുഷ്യത്വ പ്രസംഗമൊക്കെ നമ്മൾ കുറെ കേട്ടതാണ്. അവസാനം കൈയും കാലും പിടിച്ച് എത്ര വലിയ നിരീശ്വരാദി പോലും പള്ളിക്കാട്ടിലൊന്ന് മറവ് ചെയ്യണേ പറഞ്ഞിട്ട് അവരുടെ കുടുംബക്കാർ വരും, മറവ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടാണ് ഇത് പോവുക. ഇത് ജസ്റ്റ് വെറുതെ ഡയലോഗ്. അത്രേ ഉള്ളൂ. ഞാൻ പൊട്ട് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഉമ്മ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? ഈ പൊട്ട് കുത്തല്ലേ വാപ്പാനെ പള്ളി കമ്മിറ്റിയിൽ പുറത്താക്കും. ഞാൻ പുറത്താക്കി വീടിന്റെ നമുക്ക് സ്ഥലം ഉണ്ടല്ലോ. പള്ളിക്കാട്ടിൽ നിന്ന് പുറത്താക്കും പറഞ്ഞാൽ പിന്നെയും മനസ്സിലാക്കാം. പള്ളി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കും പറഞ്ഞാൽ മനസ്സിലായില്ല. മകള് പൊട്ട് തൊട്ടതിന് എന്തിനാണ് പള്ളി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുന്നത്? ഇനി പള്ളിക്കാട്ടിൽ നിന്ന് പുറത്താക്കുന്ന പറഞ്ഞാൽ ശരിയല്ലേ? കാരണം ഒരു ഹിന്ദു സ്ത്രീയുടെ ബന്ധുക്കൾ എന്തിനാണ് പള്ളിക്കാട്ടിൽ കാക്കുന്നത്? പൊട്ട് തൊട്ട് കഴിഞ്ഞാൽ ഹിന്ദു ആണല്ലോ. അപ്പൊ ശ്മശാനത്തിൽ പോയിട്ട് ഏതൊരു ശ്മശാനത്തിലല്ലേ പ്രവേശനം വേണ്ടത്? പറഞ്ഞ കാര്യം ഉണ്ടാവും, ആൾക്കാർ പറഞ്ഞു വെറുതെന്നല്ല. എന്തായാലും ഈ ജാതി ഉടായ്പ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ ഒരുപാട് ഉടായ്പകൾ ഉണ്ട്. കൈ നിറച്ച് കാശുണ്ടാക്കി പലരും പറ്റിച്ചിട്ടും അല്ലാതെയും ഒക്കെ ഉണ്ടാക്കി മൊത്തം ഹിന്ദുക്കളെ പറ്റിച്ച് കാശുണ്ടാക്കി, പിന്നെ ഹിന്ദുക്കളെ കുറെ അപമാനിച്ച് എവിടെയൊക്കെ പോയിട്ട് എന്തൊക്കെ കലാപങ്ങൾ ഉണ്ടാക്കി, ഗുരുവാരമ്പലത്തിൽ കേക്ക് മുറിച്ച് അടി ഉണ്ടാക്കി, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോ അവിടുന്ന് വയറ് നിറച്ച് കിട്ടി. പിന്നെ സംഘികൾക്ക് മനസ്സിലായി ഈ സ്ത്രീയുടെ യാഥാർത്ഥ്യം. അപ്പൊ സംഘികൾ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് മനസ്സിലായപ്പോ
ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് ഒന്ന് രംഗപ്രവേശനം ചെയ്തു നോക്കുക എന്നും പറഞ്ഞിട്ടാണ് ഇപ്പോ ഈ ഒരു അളവെടുത്തുള്ളതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. പിന്നെ ഈ ഇസ്ലാം മതം വിട്ട് മുസ്ലിം അല്ല എന്നൊന്നും പറഞ്ഞിട്ടപ്പോ ആരും ഞെട്ടിക്കാനൊന്നും നോക്കണ്ട. കാരണം ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, മുസ്ലിം അല്ല ഈ സ്ത്രീ എന്നുള്ളത്. പിന്നെ എന്തിനാണ് ഇപ്പൊ അത് എത്ര ബേജാറാവുന്നത്? പിന്നെ ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീനെ നോക്കി നടക്കുന്ന ഒരു മതമൊന്നല്ല. ലോകത്തെ ഏറ്റവും വേഗതയിൽ വളരുന്ന മതം, 200 കോടി ഉള്ള ഒരു വലിയ സമൂഹമാണ്. അപ്പൊ അതിലിപ്പോ ഇതുപോലത്തെ സ്ത്രീകൾ എന്ത് ചെയ്താലും അതൊന്നും മുസ്ലിങ്ങൾക്കോ ഇസ്ലാം മതത്തിനോ ഒരു പോറൽ പോലും ഏൽപ്പിക്കില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.